ഹലോ, നമ്മളെല്ലാവരും കാത്തിരുന്ന SSC CGL 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. ജസ്റ്റ് വളരെ പെട്ടെന്ന് എന്നാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്, വേക്കൻസീസ് എന്താണ്, അതുപോലെ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് മുതലാണ് ആപ്ലിക്കേഷൻ ലൈവ് ആയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 24/6/2024 മുതൽ 24/7 ഒരു മാസത്തെ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മാസമുണ്ട്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക. ഇനി എന്താണ് ടയർ 1 എക്സാം നടത്താനിരിക്കുന്ന ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ടയർ 1 പരീക്ഷ നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ടയർ 2 പരീക്ഷയുടെ കാര്യം നോക്കിയാൽ ഡിസംബർ 2024 ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ആപ്ലിക്കേഷൻ ഒരു മാസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ടയർ 1 പരീക്ഷയും ഡിസംബറിൽ ടയർ 2 പരീക്ഷയും നടത്തുന്നതാണ്. ഇനിയും ഇതിനകത്ത് നമ്മുടെ ഓരോ പോസ്റ്റ് വൈസ് പേ ലെവൽ അനുസരിച്ചിട്ട് പോസ്റ്റ് വൈസ് ഉള്ള ഓരോ വേക്കൻസീസ് ഒക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പേ ലെവൽ 6, പേ ലെവൽ 5, പേ ലെവൽ 4. അതിനുശേഷം നമുക്ക് അറിയേണ്ടത് എല്ലാവരും കാത്തിരിക്കുന്ന വേക്കൻസീസ് ആണ്. വേക്കൻസീസിന്റെ നമ്പർ നമ്മൾ 15,000 അടുത്ത് വരുന്ന വേക്കൻസീസ് RTI കൊടുത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വേക്കൻസീസ് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യം. ഇപ്പോൾ ഫൈനലി ആസ് ഓഫ് നൗ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസി എന്ന് പറയുന്നത് 17,723 ആണ്. ഒരുപക്ഷെ വേക്കൻസീസിന്റെ നമ്പർ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഇൻക്രീസ് ചെയ്തേക്കാം. അപ്പോൾ 17,727 വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു നമ്പർ ഓഫ് വേക്കൻസിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾ പഠിച്ച് ഒരു ജോലി മേടിക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ എക്സാം പാറ്റേണിലും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസിലും ഒന്നും മാറ്റമില്ല. നമ്മുടെ പഴയ പാറ്റേൺ തന്നെ, ലാസ്റ്റ് വർഷം നടന്ന അതേ പാറ്റേൺ തന്നെ ടയർ 1ഉം ടയർ 2 എക്സാംസും ആണ്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങളോട് പെട്ടെന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ, നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.